മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പറയേണ്ടതും സ്നേഹിക്കേണ്ടതും നന്ദി പ്രകടിപ്പിക്കേണ്ടതും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഈമാൻ ഇസ്ലാം എന്ന് പറയുന്നത് അർത്ഥത്തിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും തത്വത്തിൽ ഒന്നാണ്. മുസ്ലിമീങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളൊക്കെ മുസ്ലിമീങ്ങളുമാണ്. ഇസ്ലാമി ഇല്ലാതെ ഈമാനില്ല, ഈമാനില്ലാതെ ഇസ്ലാമും ഇല്ല. ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ നിധാനം ഇസ്ലാം, ഈമാൻ, ഇതാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസത്തിന്. വിശ്വാസം ഉണ്ടെന്നതിൻ്റെ അടയാളമാണ് കർമ്മങ്ങൾ. വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾക്ക് ഒരു ഫലവുമില്ല. കർമ്മങ്ങളില്ലാത്ത വിശ്വാസം ഉപകരിക്കുവാനും അത് മുഖേന രക്ഷപ്പെടാനും സാധ്യതകളുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്ത ഒരു പ്രവർത്തനം കൊണ്ടും നമുക്ക് പ്രതീക്ഷയില്ല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, ആതുര സേവനങ്ങൾ തുടങ്ങി ഖുർആൻ പാരായണം, ഇതെല്ലാം നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടാവണം. വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് കുറ്റമറ്റതായി തീരുന്നതും പരിഗണിക്കപ്പെടുന്നതും. പകലെന്നും നോമ്പനുഷ്ഠിച്ചു, രാത്രികളിൽ മുഴുവനും നിസ്കരിച്ചു, സമ്പാദിച്ചതിൻ്റെ നല്ലൊരു ഭാഗം ധർമ്മം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വിശ്വാസമില്ലാതെ രക്ഷപ്പെടുകയില്ല. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ ആയിരക്കണക്കിന് ആളുകൾ ആ മരിച്ച ആൾക്കു വേണ്ടി നിസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുന്നു, മരിച്ചവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. വലിയ വലിയ ആലിമീങ്ങളും സാദാത്തുക്കളും വന്ന് ദുആ ചെയ്യുന്നു. അതേ സമയത്ത് ഈ മരിച്ച മയ്യത്തിന് വല്ല ഉപകാരവും ലഭിക്കണമെങ്കിൽ മരിക്കുമ്പോൾ കൃത്യമായി ഈമാനോടെ മരിക്കണം. ഈമാനോടുകൂടി മരിച്ചെങ്കിൽ മാത്രമേ ആ മയ്യത്ത് നിസ്കാരം കൊണ്ട് ഫലമുള്ളൂ. ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്താലും ആ മയ്യത്തിന് ഫലം ലഭിക്കുകയുള്ളൂ. ആ മനുഷ്യൻ തന്നെ ജീവിതകാലത്ത് ചെയ്ത സുകൃതങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിലും അത് മുഖേന രക്ഷപ്പെടണമെങ്കിലും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം. ഇതുകൊണ്ടാണ് വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ
ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തന്റെ മക്കളോട് ചെയ്ത വസിയത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തന്റെ മക്കളോട് ചെയ്ത വസിയത്ത്, മറ്റു പ്രവാചകന്മാര് മുഴുവനും അവിടുന്ന് നിർദ്ദേശിച്ചത്, മരിക്കുന്ന സമയത്ത് അഭിലഷിച്ചത് മുസ്ലിമായി മരിക്കണം, മുഅ്മിനായി മരിക്കണം എന്നതാണ്. നാം നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് മഹത്തുക്കളെ കണ്ടിട്ടുണ്ട്, ആലിമീങ്ങളെ കണ്ടിട്ടുണ്ട്, സാദാത്തുക്കളെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്, അവരെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെയും നമ്മോട് പറഞ്ഞത് അതാണ്. ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ സദസ്സുകളിൽ മഹാനായ താജുൽ ഉലമ പറഞ്ഞത് ഓർക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. ഈമാൻ കൊണ്ട് കൽബിലങ്കി മരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എല്ലാവരും അങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ എടുത്തു പറയുന്നുണ്ട്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1.25 ലക്ഷം വരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പ്രാർത്ഥന മാത്രമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥന ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റബ്ബി ഔസിനി അൻ അഷ്കുര നിഅമതക അല്ലതി അൻഅംതു അലയ്യ. ആ പ്രാർത്ഥനയിലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സൽജനങ്ങളോടൊന്നിച്ച് ചേർക്കണം, നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം, എൻ്റെ മക്കളെ മുഴുവൻ സ്വാലിഹീങ്ങളാക്കണം. ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും അതാണ്. ഈമാൻ ഇസ്ലാം രണ്ടും ഒന്നു തന്നെ. അത് പരിപൂർണമായെങ്കിലേ, അത് കുറ്റമറ്റതായി തീർന്നെങ്കിലേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ കൊണ്ടും ഫലമുള്ളൂ. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിച്ചതുകൊണ്ട് ഫലമുള്ളൂ, നമുക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിച്ചതുകൊണ്ട് ഫലമുള്ളൂ, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്തതുകൊണ്ട് ഫലമുള്ളൂ, പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ, വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും വന്ന് ദുആ ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഈമാനാണ് ഏറ്റവും പ്രധാനം. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കുന്നതിൻ്റെ പേരല്ല ഈമാൻ. വിശുദ്ധ ഖുർആനിലുള്ളത് മുഴുവനും ഉൾക്കൊള്ളുന്നതിൻ്റെ പേരല്ല ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ഉലിമ അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്, പഠിപ്പിച്ചതാണെന്ന് അനിഷേധ്യമായി തെളിഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ഈമാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കലാണ് ഈമാൻ.
അള്ളാഹുവിൽ നിന്ന് എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചുവോ, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. മലക്കുകളുണ്ടെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. മലായിക്കത്തിനെ പറ്റി നമുക്ക് വിവരം നൽകിയത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചും വഹയിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിനൊരവസാനമുണ്ട്, ഒരു അവസാന നാളുണ്ട്. അത് പ്രതിഫലത്തിന്റെ നാളാണ്. നന്മ ചെയ്തവർക്കതിന് പ്രതിഫലം, തിന്മ ചെയ്തവർക്കതിൻ്റെതായ ശിക്ഷ. കൃത്യമായ നീതിയും ന്യായവും നടപ്പാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നതാര്? നരകമുണ്ടെന്ന് പറഞ്ഞു തന്നതാര്? ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു തന്നതാര്? ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നതാര്? നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നതാര്? നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നതാര്? സക്കാത്ത് കൊടുക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നതാര്? നമുക്ക് ഹജ്ജും ഉംറയും പഠിപ്പിച്ചു തന്നതാര്? ആ വക കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്.